തിരുവനന്തപുരം ധനുവച്ചപുരത്ത് ആളില്ലാത്ത സമയം പോലീസ് വീട് കുത്തി തുറന്നതായി പരാതി. ധനുവച്ചപുരം സ്വദേശി ബാബുരാജാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വീടിനുള്ളിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ഉൾപ്പെടെ പോലീസ് എടുത്തുകൊണ്ടുപോയെന്നും പരാതിയിൽ പറയുന്നു. ബാബുരാജിന്റെ മകൻ ചന്ദ്രബാബുവിനെതിരായ പരാതി അന്വേഷിക്കാൻ എത്തിയപ്പോഴായിരുന്നു അതിക്രമം. ഞാൻ ഒരു ബാങ്കിൽ ജോലി ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ കുടുംബമായിട്ട് താമസിക്കുന്നതാണ്. എൻ്റെ മകൻ കഴിഞ്ഞ 1-ാം തീയതി ഒരു ജോലിക്ക് പോയിട്ട് വൈകിട്ട് വരുമ്പോൾ കുരിശടിയുടെ അവിടെ വെച്ച് ഒരാൾ മോനെ അടിക്കാൻ നിൽക്കുകയും ചീത്തടിക്കുകയൊക്കെ ചെയ്ത് അവൻ പിടിച്ചിടുകയോ എന്തോ ചെയ്തു. അതിന് പോലീസ് കേസൊന്നുമായി നമുക്കൊന്നും അറിയില്ല. നമ്മൾ വീട്ടിലുണ്ടായിരുന്നതാണ്. പക്ഷേ അവരിപ്പം വീട്ടിൽ വന്ന് വേണ്ട വെള്ളം കാണിച്ച് എല്ലാം പഠിച്ച് തുറന്നിട്ട് പോയിരിക്കുകയാണ്. ചവിട്ടി തുറന്ന് എൻ്റെ ഭാര്യയുടെ ഫോണും എടുത്ത് കൊണ്ടുപോയിരിക്കുകയാണ്. ഇതിങ്ങനെ ഒരു പിള്ളേരെ കുറ്റം ചെയ്ത് നമ്മളറിയുന്നില്ല. പക്ഷേ അവർ നിയമപരമായിട്ട് കേസെടുക്കുക എല്ലാം ചെയ്യാതെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. കൊലക്കേസ് പ്രതികൾ ചെയ്യുമ്പോൾ പോലീസ് അതിക്രമത്തിനെതിരെ റൂറൽ എസ്.പിക്കും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും ബാബുരാജ് പരാതി നൽകി. ധനുവച്ചപുരത്ത് നടന്ന അടിപിടി കേസിലെ 1-ാം പ്രതിയാണ് ചന്ദ്രബാബു എന്നും വീട്ടിലുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം മാത്രമാണ് നടത്തിയതെന്നുമാണ് പോലീസ് വിശദീകരിക്കുന്നത്. അരുൺ മോഹൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഈ സമീപ ദിവസങ്ങളിൽ പോലീസിനെതിരെ വ്യാപകമായിട്ടുള്ള പരാതികളും ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. അതിനിടെയാണ് ധനുവച്ചപുരം സ്വദേശി ബാബുരാജ് പോലീസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് അരുൺ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 1-ാം തീയതിയായിരുന്നു ഈ ഒരു കേസിനൊക്കെ ആസ്പദമായ ഒരു സംഭവം. ഈ പറയുന്ന പരാതിക്കാരനായ ബാബുരാജ്, അദ്ദേഹം റിട്ടയർഡ് ബാങ്ക് ജീവനക്കാരനാണ്. അദ്ദേഹവും ഭാര്യയുമായി താമസിക്കായിരുന്നു ധനുവച്ചപുരത്ത്. അദ്ദേഹത്തിന്റെ മകൻ ചന്ദ്രബാബു കഴിഞ്ഞ 1-ാം തീയതി ഒരു പാലുകാച്ചി വീടിന് സമീപത്ത് വെച്ച് സമീപവാസിയായ ഒരാളുമായി വാക്കേറ്റമുണ്ടാവുകയും അതൊരു കയ്യാങ്കളിയുടെ വക്കിലേക്ക് എത്തി എന്ന് പറയുന്നു. തുടർന്ന് ഈ എതിർഭാഗം പോലീസിൽ സമീപിച്ചിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് 3 പേർക്കെതിരെ കേസെടുത്തിരുന്നു. അതിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു, റിമാൻഡ് ചെയ്തു എന്നാണ് പാറശാല പോലീസ് പറയുന്നത്. അതിലെ 1-ാം പ്രതിയായ ചന്ദ്രബാബുവാണ്. ചന്ദ്രബാബുവിനെ ഈ വീട്ടിലുണ്ട് എന്ന് തേടി അന്വേഷിച്ചെത്തിയതായിരുന്നു എന്നാണ് പോലീസിന്റെ വാദം. എന്തായാലും ഇവർ ബാബുരാജ് ആരോപിക്കുന്നത് അവർ ആരുമില്ലാത്ത സമയത്ത് പോലീസ് പിൻവാതിൽ ചവിട്ടി തുറന്ന് ഇവർ ഒരു വിവാഹ സൽക്കാര ചടങ്ങിൽ പോയിരിക്കുന്ന സമയത്തായിരുന്നു പിൻവാതിൽ ചവിട്ടി തുറന്ന് ഭാര്യയുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ കവർന്നുകൊണ്ട് പോവുകയായിരുന്നു എന്നുള്ളതാണ് ബാബുരാജ് ഉന്നയിക്കുന്ന പരാതി. ഇദ്ദേഹം എസ്.പിക്കും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് ഉൾപ്പെടെ ഇയാൾ പരാതി നൽകി ഇപ്പോൾ കാത്തിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിഷയത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും പോലീസ് നൽകുന്ന വിശദീകരണം ഇതാണ്: ഒരു അടിപിടി കേസിലെ പ്രതിയാണ് ബാബുരാജിന്റെ മകൻ ചന്ദ്രബാബു. അയാളെ കണ്ടെത്താൻ വേണ്ടിയാണ് വീട്ടിലെത്തിയത്. അങ്ങനെ വീട്ടിൽ അതിക്രമിച്ച് കയറിയില്ല എന്നാണോ പോലീസ് നൽകുന്ന വിശദീകരണം? പോലീസ് അതിനെക്കുറിച്ച് വ്യക്തമായ ചിത്രം നൽകുന്നില്ലെങ്കിലും പോലീസ് പറയുന്നത് 1-ാം പ്രതിയായ ചന്ദ്രബാബുവിനെ അന്വേഷിച്ചാണ് അവിടെ എത്തിയിരുന്നെന്ന് പോലീസ് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന മറ്റു കാര്യങ്ങൾ ഇനി വരും അന്വേഷണങ്ങളിലൂടെ നമുക്കത് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഈ പരാതിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ചന്ദ്രബാബുവും കുടുംബവും. കാരണം അവർ പറയുന്നത് മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായി അതിനുള്ള ശിക്ഷ നൽകുക, അല്ലെങ്കിൽ അതിന് നിയമപരമായി മുന്നോട്ട് പോവുക. പക്ഷേ വയോവൃദ്ധരായ ഞങ്ങൾ കഴിയുന്നിടത്ത് ഇങ്ങനൊരു അതിക്രമം കാണിച്ചത് എന്തിന് എന്നുള്ള ഒരു ചോദ്യമാണ് അവർ പരാതിയിൽ ഉന്നയിക്കുന്നതും. അത് തന്നെയാണ് അവർ ഉറച്ചു നിൽക്കുന്നതും. കാരണം മകനൊരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അറിഞ്ഞിട്ടില്ല. ഇത് ഒരുപക്ഷെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചാൽ പോലും അവിടെ എത്താവുന്ന ഒരു കേസാണ്, ഒരു അടിപിടി കേസാണ്, മറ്റൊരു വലിയൊരു ക്രിമിനൽ കേസല്ല. അങ്ങനെയാണെങ്കിൽ പോലും എന്നിരുന്നാൽ പോലും അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ അതിന്റെ വഴിക്ക് പൊക്കോട്ടെ. പക്ഷെ ഇത്തരത്തിലുള്ള അതിക്രമം കാണിക്കുമ്പോൾ നമ്മൾ എവിടെ പരാതി ചെയ്യണം, അല്ലെങ്കിൽ എവിടെ പരാതിപ്പെടണം എന്നുള്ള ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസിലെ ഉന്നത അധികാരികൾക്ക് ഈ ഒരു പരാതി നൽകിയിട്ട് അവർ കാത്തിരിക്കുന്നതും. വ്യക്തമാണ്. അരുൺ മോഹനാണ്.